Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Technofactory with me Sumod and welcome to HotNews. So first of all, graphics card price update. Globally graphics card prices കുറഞ്ഞു വരുന്നുണ്ട്. വലിയൊരു ഇംപ്രൂവ്മെന്റ് ഒന്നും ഇല്ല, പക്ഷേ എന്നാലും നമുക്ക് കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. ഓൾസോ ഗ്രാഫിക്സ് കാർഡ്സിന്റെ സ്റ്റോക്സും ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലും വേരിയേഷൻ നമ്മൾ കാണുന്നുണ്ട്. വലിയൊരു വേരിയേഷൻ ഒന്നും ഇല്ല, പക്ഷേ എന്നാലും ചെറുതായിട്ട് പ്രൈസസ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. RTX 3050 ഗ്രാഫിക്സ് കാർഡ് ഇന്ത്യൻ മാർക്കറ്റിൽ ലാസ്റ്റ് വീക്ക് നമ്മൾ ഒരു വീഡിയോ ചെയ്തപ്പം 42,000 റേഞ്ച് ആയിരുന്നു പ്രൈസിങ്. പക്ഷേ ഇപ്പോൾ കുറച്ച് പുതിയ സ്റ്റോക്സും പുതിയ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട് 36,000 റേഞ്ചിലൊക്കെ. സോ പ്രൈസസ് ഇംപ്രൂവ് ആവുന്നുണ്ട്. ഓൾസോ സ്റ്റോക്സും ചെറുതായിട്ട് വന്നു തുടങ്ങുന്നുണ്ട്. എന്തായാലും പഴയ പ്രൈസിങ് അല്ലെങ്കിൽ ആക്ച്വൽ MSRP റേഞ്ചിലുള്ള പ്രൈസിംഗിൽ വരാൻ കുറച്ച് സമയമെടുക്കും. ഓൺലൈൻ ഡീൽസ് ഒക്കെ അല്ലെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റ്സിലൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഡെയിലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള പ്രൈസും ഇപ്പോഴത്തെ പ്രൈസിംഗ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ തന്നെയാണ് ഇപ്പം. സോ ഹോപ്പ്ഫുള്ളി ഇനി വരാനിരിക്കുന്ന മാസങ്ങളിൽ സ്റ്റോക്സും പ്രൈസും ഇംപ്രൂവ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് അപ്ഡേറ്റ് ഈസ് അബൌട്ട് GTA 6. റോക്സ്റ്റാർ ഗെയിംസിന്റെ മച്ച് അവൈറ്റഡ് ഗെയിമാണ് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോയുടെ നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് GTA 6 ആൻഡ് ഒഫീഷ്യലി ഇത് റോക്സ്റ്റാർ ഗെയിംസ് റീസെന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. GTA 6 വരുന്നതായിരിക്കും. GTA 6ന്റെ ഡെവലപ്മെന്റിലാണെന്നുള്ള കാര്യം റോക്സ്റ്റാർ ഗെയിംസ് തന്നെയാണ് റീസെന്റ് അവരുടെ വെബ്സൈറ്റിൽ കൺഫേം ചെയ്തത്. GTA 6 വരുമെന്ന് നമുക്കറിയാം, പക്ഷേ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു ഇതുവരെ. പല ലീക്സും പല റൂമേഴ്സും ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. ബട്ട് ഇപ്പോഴാണ് റോക്സ്റ്റാർ ഗെയിംസ് അത് കൺഫേം ചെയ്തത്. അവരതിന്റെ വർക്കിംഗിലാണ്, ഡെവലപ്മെന്റ് സ്റ്റേജിലാണിത്. അതുകൂടാതെ കൺഫേം ചെയ്തതാണ് GTA 5 PS5ലും Xbox Series X and Sൽ മാർച്ച് 15th വരുന്നതായിരിക്കും. സോ പുതിയ PS5 ആൻഡ് Xboxൽ ഇറങ്ങാനിരിക്കുന്ന GTA 5ൽ പുതിയ ഗ്രാഫിക്സ് മോഡ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ് ടു 4K 60 FPS വരെ ഉണ്ടാകും. ടെക്സ്ചേഴ്സ് ഒക്കെ ഇംപ്രൂവ് ആയിട്ടുണ്ട്. HDR ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ റേ ട്രേസിംഗ് ഓപ്ഷനും വരുന്നതായിരിക്കും. ആൻഡ് അതുകൂടാതെ ഫാസ്റ്റർ ലോഡിംഗ് ടൈംസ് ആയിരിക്കും. നമുക്കറിയാം GTA 5ന്റെ ലോഡിംഗ് ടൈം കുറച്ച് കൂടുതലാണ്. സോ ഇതൊക്കെ കുറച്ചിട്ടുണ്ടെന്നാണ് റോക്സ്റ്റാർ ഗെയിംസ് കൺഫേം ചെയ്തത്. മാർച്ച് 15th PS5 ആൻഡ് Xbox Series X and Sൽ വരുന്നത്. ആൻഡ് GTA 6നെ കുറിച്ച് വലിയ ഇൻഫർമേഷൻ ഒന്നും റോക്സ്റ്റാർ ഗെയിംസ് പറഞ്ഞിട്ടില്ല. ആകെ ഗെയിം വരുന്നുണ്ട് എന്ന് മാത്രം കൺഫേം ചെയ്തുള്ളൂ. ഓൾമോസ്റ്റ് 8 years ആയി ഇപ്പം GTA 5 വന്നിട്ട്. സോ ആഫ്റ്റർ 8 years ആണ് GTA 6 വരുന്നു എന്നുള്ള സംഭവം കൺഫേം ആകുന്നത്. അതൊരു വലിയ ന്യൂസ് തന്നെയാണ്. സോ എനിവേസ് ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം വരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് അപ്ഡേറ്റ് ഇന്റൽ ആൽക്കമസ് സീരീസിലെ ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സിന്റെ പുതിയ ലീക്ഡ് ഇമേജസിനെ കുറിച്ചാണ്. സോ ഓൾറെഡി നമ്മൾ പല ലീക്ഡ് ഇമേജസിലും കണ്ടതാണ് ഇന്റലിന്റെ വൈറ്റ് ആൻഡ് സിൽവർ കളറിലുള്ള ഇന്റൽ ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സ്. പക്ഷേ അതിന്റെ ഒരു സിമിലർ ബ്ലാക്ക് മോഡലാണ് ഇപ്പോൾ ലീക്ക് ആയിട്ടുള്ളത്. സോ ഇത് ലേറ്റസ്റ്റ് ഒരു എഞ്ചിനീയറിംഗ് സാമ്പിൾ മോഡലാണ്. നേരത്തെ ലീക്കായ ഇമേജസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈവൻ ദോ സെയിം ഡിസൈൻ തന്നെയാണ്, പക്ഷേ ഈ ബ്ലാക്ക് ഔട്ട് കളർ വന്നതുകൊണ്ട് കുറച്ചുകൂടി കാണാൻ ഒരു ലുക്ക് ഉണ്ട്. സോ എനിവേസ് ഇപ്പോൾ ലീക്കായ ബ്ലാക്ക് ഗ്രാഫിക്സ് കാർഡ് ഇമേജസ് നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആവുന്നുണ്ട്. ഇതിൽ നമുക്ക് കാണാം 3 ഡിസ്പ്ലേ പോർട്സും ഒരു HDMI പോർട്ടും ആണ് വരുന്നത്. ആൻഡ് ഓൾസോ ഇത് ഫസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കും ഡിസ്പ്ലേ പോർട്ട് 2.0 സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓൾസോ നമുക്ക് ഈ ഇമേജിൽ നിന്ന് ക്ലിയർ ആണ് 6+8 പിൻ പവർ കണക്ടർ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. 6+8 പിൻ ഉള്ളത് കൊണ്ട് തന്നെ മേ ബി ഇത് ഹയർ സീരീസിൽ വരുന്ന ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കും. 12 അല്ലെങ്കിൽ 16 GB VRAM വേരിയന്റ് ആയിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഒരു ഹയർ സീരീസിൽ വരാൻ പോകുന്ന ഇന്റൽ ആർക്ക് ഗ്രാഫിക്സ് കാർഡ്സിന്റെ ആണ് ഈ ലീക്ഡ് ഇമേജസ് വന്നേക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഇന്റൽ ഗ്രാഫിക്സ് കാർഡ്സ് നല്ല പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി 2022 മിഡ് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് AMDയുടെ പുതിയ കുറച്ച് ഗ്രാഫിക്സ് കാർഡ്സിന്റെ അപ്ഡേറ്റ്സ് ആണ്. സോ AMDയുടെ 6000 സീരീസ് റീഫ്രഷ് ഗ്രാഫിക്സ് കാർഡ്സ് ഏപ്രിലിൽ ഇറങ്ങാൻ ചാൻസസ് ഉണ്ടെന്നാണ് പല ലീക്സും റൂമേഴ്സും പറയുന്നത്. സോ ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിലുള്ള Radeon 6000 സീരീസിന്റെ ഒരു റീഫ്രഷ് മോഡൽ വേർഷൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. 6000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിൽ മെമ്മറി സ്പീഡ് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് വരാൻ പോകുന്നത്. 18 GBPSന്റെ മെമ്മറി സ്പീഡായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ പെർഫോമൻസിൽ റഫ്ലി 12% ഇൻക്രിമെന്റ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത് കമ്പയർ ടു പ്രീവിയസ് ഇപ്പോൾ ഉള്ള 6000 സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ പുതിയ റീഫ്രഷ് മോഡൽസിന്റെ നെയിമിൽ 50 എന്നൊരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ 6950 XT, 6850 XT, 6750 XT ഇതുപോലെ ആയിരിക്കും ഈ റീഫ്രഷ് ഗ്രാഫിക്സ് കാർഡ്സിന്റെ നെയിമിംഗ് വരുന്നത്. ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 6900, 6800, 6700, 6600 ആൻഡ് റീസെന്റ് വന്ന 6500 XT. ഇതൊക്കെയാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതിന്റെ കൂടെ ഒരു 50 എന്ന നമ്പറും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. മോസ്റ്റ്ലി കൺഫേം ആയിട്ടുള്ളത് 6950 XT, 6850 XT ആൻഡ് 6750 XT ആണ്. ആൻഡ് അതുകൂടാതെ റീസെന്റ് റിലീസ് ആക്കിയ 6500 XT ഗ്രാഫിക്സിനെക്കാളും അതിന് താഴെയുള്ള ഒരു ഗ്രാഫിക്സ് കാർഡും കൂടി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നുണ്ട്. അതൊരു നോൺ XT വേരിയന്റ് ആയിരിക്കും, Radeon RX 6500. സോ പ്രൈസിങ് അപ്രോക്സിമേറ്റ്ലി $130 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. $130 എന്ന് പറയുമ്പോൾ 10,000 rupeesനെക്കാളും കുറവാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ
റഫ്ലി ഒരു 12,000-13,000 റേഞ്ചിൽ വരാനാണ് ചാൻസസ് കാണുന്നത്. എക്സാക്ട് പ്രൈസ് ഒന്നുമല്ല, ലീക്ഡ് പ്രൈസിന് നമ്മൾ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്തേ ഉള്ളൂ. സോ Radeon RX 6500 ഒരു 6 നാനോമീറ്റർ ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കും. Navi 24 ബേസ്ഡ് GPU ആണ് യൂസ് ചെയ്യുന്നത്. 768 സ്ട്രീം പ്രോസസേഴ്സും DDR6 ബേസ്ഡ് 4GB VRAM ആയിരിക്കും വരുന്നത്. ആൻഡ് മെമ്മറി ബസ് സൈസ് 64 ബിറ്റ്സ് ആണ് പറയുന്നത്. ആൻഡ് ഓൾസോ അത്ര പവർഫുൾ ഗ്രാഫിക്സ് കാർഡ് ഒന്നും ആയിരിക്കത്തില്ല. ഇതിന് ഈവൻ പവർ കണക്ടറിന്റെ ആവശ്യം വരത്തില്ല എന്നാണ് പറയുന്നത്. സോ ഒരു ലോവസ്റ്റ് ബഡ്ജറ്റ് ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കും RX 6500. അത് മാത്രമല്ല AMDയുടെ നെക്സ്റ്റ് ജനറേഷൻ Radeon 7000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സിന്റെയും സ്പെക്സും കാര്യങ്ങളും കുറച്ച് ലീക്ക് ആയിട്ടുണ്ട്. സോ AMD RX 7000 സീരീസ് ഗ്രാഫിക്സ് കാർഡ്സ് ഫസ്റ്റ് MCM ആർക്കിടെക്ചർ ബേസ്ഡ് ഗ്രാഫിക്സ് കാർഡ്സ് ആയിരിക്കും. MCM എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ചിപ്പ് മോഡ്യൂൾ ഉള്ള ഗ്രാഫിക്സ് കാർഡ്സ്. നമ്മൾ റൈസൻ പ്രോസസേഴ്സിലൊക്കെ കണ്ടതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചിപ്ലെറ്റ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചിപ്സ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് വരുന്ന ഗ്രാഫിക്സ് കാർഡ്സ് ആയിരിക്കും Radeon RX 7000 സീരീസ്. പെർഫോമൻസ് വൈസ് മാസീവ് ഇംപ്രൂവ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം റൈസന്റെ ഈ ഒരു ചിപ്ലെറ്റ് ഡിസൈനിങ് കൊണ്ട് നമുക്കറിയാം എത്രത്തോളം പെർഫോമൻസ് ആണ് റൈസൻ പ്രോസസേഴ്സ് ഇപ്പോൾ ഉള്ള റൈസൻ പ്രോസസേഴ്സിൽ നമുക്ക് കിട്ടുന്നത്. സോ ഇതേ സെയിം ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് MCM ഗ്രാഫിക്സ് കാർഡ്സിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ TSMCയുടെ N5 ആൻഡ് N6 നോഡ് പ്രോസസ് ആയിരിക്കും ഒരു സിംഗിൾ GPU ഡൈയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് ആസ് ഓഫ് നൗ 2022 എൻഡിങ്ങിൽ ഇതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നാണ് ലീക്സ് പറയുന്നത്. നെക്സ്റ്റ് PCIe Gen 5 nvme SSDയുടെ അപ്ഡേറ്റ് ആണ്. ടീം ഗ്രൂപ്പ് എന്ന കമ്പനി ഫസ്റ്റ് PCIe Gen 5 ബേസ്ഡ് NVMe SSD ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടീം ഗ്രൂപ്പിന്റെ കാർഡിയ സീരീസിൽ വരുന്ന NVMe SSD ആണ് ഫസ്റ്റ് അനൗൺസ് ചെയ്തത്. മാക്സിമം റീഡ് സ്പീഡ് 13,000 Mbps ആൻഡ് റൈറ്റ് സ്പീഡ് പറയുന്നത് 12,000 Mbps ആയിരിക്കും എന്നാണ്. ആൻഡ് ഓൾസോ മാക്സിമം അപ് ടു 4 TB കപ്പാസിറ്റി ഉള്ള SSDസും മാനുഫാക്ചർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ഇതുവരെയുള്ള അല്ലെങ്കിൽ ഇതുവരെ ടെസ്റ്റ് ചെയ്ത NVMe SSDസിൽ ഹയസ്റ്റ് പെർഫോമിംഗ് NVMe SSD ആണ് ടീം ഗ്രൂപ്പിന്റെ കാർഡിയ സീരീസിലെ ഈ പുതിയ PCIe Gen 5 ബേസ്ഡ് NVMe SSD. ആൻഡ് ഓൾസോ ഇത് ലേറ്റസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് NVMe 2.0 സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇത്രയും ഹൈ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഡ്യുവൽ കൂളിംഗ് സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. NVMe SSDയുടെ ടോപ്പിലും ബോട്ടമിലും തെർമൽ പാഡ്സ് ആൻഡ് ഹീറ്റ് സിങ്സ് വരുന്നതായിരിക്കും. പക്ഷേ ഇത് ഇപ്പോഴൊന്നും കൺസ്യൂമർ ലെവലിൽ മാർക്കറ്റിൽ വരാൻ പോകുന്നില്ല. 2023 മിഡ് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ആൻഡ് നമ്മളിവിടെ PCIe Gen 5നെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി PCIയുടെ Gen 6 അനൗൺസ് ആയിട്ടുണ്ട്. PCIe SIG പെരിഫറൽ കോമ്പണന്റ് ഇന്റർകണക്ട് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. സോ ഈ ഗ്രൂപ്പാണ് PCI റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡേർഡ്സ് എല്ലാം അനൗൺസ് ചെയ്യുന്നത്, അത് ഡെവലപ്പ് ചെയ്യുന്നത് ആൻഡ് PCI സ്റ്റാൻഡേർഡ് ഓവറോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഈ വലിയ ഗ്രൂപ്പ് അവരുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഇടയ്ക്ക് PCIe Gen 6ന്റെ ഒഫീഷ്യൽ സ്പെക് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. സോ PCIe Gen 6 PCIe Gen 5നേക്കാളും ഡബിൾ ദി ബാൻഡ് വിത്ത് ആയിരിക്കും 16 ലെയിൻസിൽ നമുക്ക് ഓഫർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിവിടെ സ്പെക്സും സ്പീഡും കാര്യങ്ങളെല്ലാം ക്ലിയർലി കാണാൻ പറ്റും. Gen 5യുടെ ഡേറ്റ റേറ്റ് നോക്കുവാണെങ്കിൽ 32 GB ട്രാൻസ്ഫർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് ഫ്യൂച്ചർ Gen 6ന്റെ 64 GB ട്രാൻസ്ഫർ പെർ സെക്കൻഡ് ആണ്. ഡബിൾ ദി സ്പീഡ് ഓഫ് PCIe Gen 5. സോ നമ്മളിപ്പോഴും ഒരു മെജോറിറ്റി നോക്കുവാണെങ്കിൽ Gen 4 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. Gen 4ഉം അധികം യൂസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. Gen 3 തന്നെയാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും. Gen 4ലോട്ട് ഇപ്പം ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ. കാരണം Gen 4 SSDസിന്റെ പ്രൈസ് ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. സോ Gen 4ലോട്ട് പലരും ഇപ്പോഴായിരിക്കും അപ്ഗ്രേഡ് ചെയ്യുന്നത്. ബട്ട് ഓൾറെഡി Gen 5 റെഡിയാണ്, Gen 6ഉം റെഡിയാണ്. സോ ടെക്നോളജി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വേറെ ലെവലിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിവേസ് ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഹോട്ട് ന്യൂസിലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.